നമസ്കാരം. മലയാളി വാർത്താ ഹെഡ്. ദേ വന്നു, ദാ പോയി വട്ടിയൂർക്കാവ്. എല്ലാവരും വളരെ കാത്തിരുന്ന വട്ടിയൂർക്കാവിലെ BJP കാൻഡിഡേറ്റിന്റെ നാമനിർദ്ദേശം കഴിഞ്ഞു എന്ന് പറയാം. റിട്ടയർഡ് DGP ആർ ശ്രീലേഖ. വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന കോർപ്പറേഷന്റെ ഒരു മണ്ഡലത്തിൽ നിന്ന് അവർ ജയിച്ചൊരു മെമ്പറായിരുന്നു. അങ്ങനെ ട്രിവാൻഡ്രം മേയർ ആകാനായിട്ട് ഇരുന്നതാണ്. അപ്പം ഞാൻ അതിനു മുമ്പ് അന്നൊരു വീഡിയോ ഇട്ടിരുന്നു. മേയർ ആര്യ രാജേന്ദ്രൻ്റെ പുനർജന്മം വരുന്നു. ആര്യ രാജേന്ദ്രനേക്കാളും പൊതുജനങ്ങളുമായിട്ട് സമ്പർക്കമില്ലാത്ത ഒരാളാണ് ഈ ശ്രീലേഖ. അവർ വട്ടിയൂർക്കാവില് എനിക്ക് തോന്നുന്നില്ല BJPക്കാർ പോലും അവർ വോട്ട് ചെയ്യുന്നു. BJP അത് വട്ടിയൂർക്കാവൊക്കെ മുരളീധരന് അല്ലെ പ്രശാന്തിന് എഴുതി കൊടുത്ത പോലെയായി. ഈ ശ്രീലേഖ എന്ന് പറയുന്ന ഈ മാഡം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വെറും തറയായിരുന്നു. സന്തോഷ് മാധവൻ എന്ന് പറഞ്ഞ ഒരു ജോൾസിൻ്റെ അവിടെ പാവാടയെ ഇട്ട് നിന്നതാണ് ആര്യ ചരട് കെട്ടാൻ ഈ പാർട്ടി പണ്ട്. ഇനി ഇവർക്ക് പൊതുജനങ്ങളുമായിട്ട് ഒരു സമ്പർക്കവും ഇല്ല. അവരുടെ ജാട കാണണമെങ്കിൽ നമ്മുടെ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഇവർ സ്റ്റേജിൻ്റെ ഒരു വശത്ത് നിന്ന് വട്ടം കറങ്ങുന്ന നോക്കിയാൽ മതി. ലോകമെമ്പാടുമുള്ള നേതാക്കൾ, ഇസ്രായേലിലെ പ്രൈം മിനിസ്റ്റർ ആയാലും ഗൾഫ് രാജ്യങ്ങളിൽ സൗദി അറേബ്യയിലെ രാജാവായാലും എല്ലാവരും മോദിയെ താണുവാണെങ്കിൽ മോദിയെ പൊക്കിയെടുത്തുകൊണ്ട് നടക്കുന്ന ഒരു നേതാവാണ്. ആ നേതാവാണ് ശ്രീലേഖ അടുത്ത് അങ്ങോട്ട് നോക്കാതെ മോദിയെക്കാളും വലിയ ആളാണെന്നും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇവരെ ജയിപ്പിച്ചാൽ വട്ടിയൂർക്കാവിലെ ജനങ്ങളുടെ കഷ്ടം എന്ന് പറയാനല്ലാതെ എന്തു പറയാൻ. പിന്നെ ജനങ്ങൾക്ക് വേറൊരു കുഴപ്പമുണ്ട്. അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കി അവർക്ക് പോയി കാണാൻ പറ്റുന്ന നേതാവിനെ അല്ല തന്നെ. പലപ്പോഴും കണ്ടില്ലേ സിനിമാ താരങ്ങളെ ഹേമമാലിനി ഒക്കെ നിൽക്കുമ്പോൾ പോയി വോട്ട് കൊടുത്ത് ജയിപ്പിക്കുന്നത്. ഹേമമാലിനി മെമ്പർ ആകുന്നതിന് മുമ്പ് തന്നെ അവരുടെ വീടിൻ്റെ വാതിക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ പിടിച്ചോണ്ട് പോകും. അവർ MP ആയി കഴിഞ്ഞാൽ ഒരു ജനങ്ങളുമായിട്ട് സമ്പർക്കം. എന്നാലും ജനങ്ങൾ വോട്ട് ചെയ്യും. എനിക്കറിയത്തില്ല മനുഷ്യൻ്റെ കുഴപ്പം എവിടെയാണ് എന്ന് പറഞ്ഞാൽ ശ്രീലേഖ ഇവര് MLA ആയിട്ട് ആ നാട്ടിലെ ജനങ്ങൾക്ക് ആർക്കും ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. പാർട്ടീനെ പോലും ഇവള് വകവയ്ക്കത്തില്ല. അത്ര ജാടയാണ്. അതിന് നരേന്ദ്രമോദിയെ വണങ്ങാത്ത, നരേന്ദ്രമോദി മൈൻഡ് ചെയ്യാത്ത ഒരു ഇന്ത്യയിൽ BJPയിൽ ഒരു ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ? യു ക്യാൻ ജസ്റ്റ് ഇമാജിൻ. എൻ്റെ അഭിപ്രായത്തിൽ വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്ക് ബോധോദയം ഉണ്ടാകണം. ഈ ശ്രീലേഖയെ അസംബ്ലിയിലോട്ട് വിടരുത്. നന്ദി, നമസ്കാരം.